എന്ത് കാര്യത്തിനാണ് തന്നെ അപ്പുവേട്ടൻ ഇങ്ങനെ അകറ്റുന്നത്? ദേവകി ആൻറ്റിക്കും തന്നെ വലിയ കാര്യമല്ല, അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അപ്പുവേട്ടൻ ഇപ്പോഴാണല്ലോ ഇങ്ങനെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി അവൾ നിദ്രയെ പുൽകി. രാത്രി ബീച്ചിൽ സിദ്ധുവിൻ്റെ കൂടെ ഓടിക്കളിക്കുകയായിരുന്നു വിച്ചു. ഓടിത്തളർന്ന് അവസാനം സിദ്ധു വിച്ചുവിനെയും എടുത്ത് ആ മണലിലിരുന്നു. ഇനി ഇവിടെ നിന്ന് ഓടിയാൽ നീ അടി വാങ്ങും വിച്ചു. പറഞ്ഞാൽ ഒരു കാര്യം നീ അനുസരിക്കില്ല. ഞാൻ എവിടെയും പോകുന്നില്ല എൻ്റെ കണ്ണാപ്പി. സിദ്ധുവിനെ വീട്ടിൽ കണ്ണനെന്നും വിളിക്കും. പിന്നെ ഇന്ന് എന്താ മുഖത്ത് ഭയങ്കര സന്തോഷം? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സാക്ഷി, എൻ്റെ ഭാവി ഏട്ടത്തിയമ്മ. അതിനിപ്പോൾ എന്താ പ്രശ്നം? ചേട്ടൻ ഏട്ടത്തിയെ പോയി പ്രപ്പോസ് ചെയ്തു. ഒന്ന് പോടാ, അതൊന്നുമല്ല കാര്യം. അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ സാറ് ഇന്നലെ അവളോട് പറഞ്ഞു അയാൾക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റില്ല എന്ന്. ഓഹ്, അപ്പോൾ ആ ചാൻസിൽ കയറി മോന് പ്രപ്പോസ് ചെയ്യാമല്ലോ. ഇല്ലടാ, ഇപ്പോഴേ ഒന്നും വേണ്ട. എങ്കിലും അവളോട് പറയണം. ഒരു പാവമാണ് വിച്ചു അവള്. തനി മലയാളി മങ്ക. ഒരുപാട് താമസിച്ചാൽ നല്ല ആൺപിള്ളേർ വന്ന് കൊത്തിക്കൊണ്ടു പോകും എൻ്റെ ഏട്ടത്തിയെ. പെട്ടെന്ന് പോയി പറയാൻ നോക്ക്. എന്നിട്ട് കൊണ്ടുവാ നമ്മുടെ വീട്ടിലേക്ക്. ഏട്ടത്തി വന്നിട്ട് നമുക്ക് നമ്മുടെ മേലെടുത്ത് പോകണം. മോന് ചേട്ടനോട് ദേഷ്യമുണ്ടോ? അച്ഛനും അമ്മയും ഉറങ്ങുന്ന നമ്മുടെ വീട് അവിടെ ഇട്ടിട്ട് വേറെ വീട്ടിൽ കഴിയുന്നതിന് എനിക്ക് എന്തിനാടാ ദേഷ്യം? ഇന്ന് എൻ്റെ സ്വന്തമെന്ന് പറയാൻ എനിക്കുള്ളത് എൻ്റെ ചേട്ടനല്ലേ. എൻ്റെ ചേട്ടൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ സന്തോഷം. അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. മോനറിയാവുന്നതല്ലേ, 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എങ്ങനെയും കൊച്ചച്ഛൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. നിനക്കൊരു അമ്മയുടെ സ്നേഹം കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞതനുസരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്നത്. പക്ഷേ കുഞ്ഞമ്മയ്ക്ക് നമ്മളെ ഇഷ്ടമല്ല എന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കാതെ ഇരിക്കാനാണ് ഞാൻ അവർ പറഞ്ഞതെല്ലാം ആ വീട്ടിൽ ചെയ്തത്. എങ്കിലും ആഹാരത്തിന് പോലും കണക്കും, ഒരു ചാൻസ് കിട്ടുമ്പോൾ ഉപദ്രവവും. പ്രായപൂർത്തിയായപ്പോൾ ഒരു വിശ്വാസമായി നമ്മൾ രണ്ടുപേരും മാത്രമായി ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന്. കൂട്ടത്തിൽ കമ്പനി കാര്യങ്ങളും പഠിച്ചു. ഇപ്പോൾ എൻ്റെ മോന് സന്തോഷമല്ലേ? ഈ സന്തോഷം എന്നും കാണണം. ഇനി എന്നെങ്കിലും ഞാൻ ഇല്ലാതെ പോയാലും നിനക്കുള്ളതെല്ലാം അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നീ വലിയ കുട്ടിയായി. പക്ഷേ എനിക്കിപ്പോഴും നീ എൻ്റെ കുഞ്ഞനിയനാണ്, കുഞ്ഞാവ. കുഞ്ഞാവ? മീശ വരെ വന്ന എന്നെ നോക്കി കുഞ്ഞാവ എന്ന് വിളിക്കാൻ നിനക്ക് ഉളുപ്പുണ്ടോടാ ചേട്ടാ? ഐ ആം നോട്ട് കുഞ്ഞാവ, കാൾ മീ വിഷ്ണു വിശ്വനാഥ്. എങ്കിൽ വിഷ്ണു വിശ്വനാഥ് വായു, വീട്ടിൽ പോകാം. നാളെ കോളേജിൽ പോകണം. പിന്നെ ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ. കൊച്ചച്ഛൻ നോക്കുമെങ്കിലും ഇനിയും കൊച്ചച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, കൂടുതലൊന്നും പറയണ്ട. ചാലോ തട്ടുകട. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരുന്നു. ഒരു സൺഡേ ദീക്ഷിതും സാക്ഷിയും കൂടി വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആയുഷും വീട്ടുകാരും അവിടേക്ക് വന്നത്. എന്താ പ്രതാപ, ഒരു മുന്നറിയിപ്പില്ലാതെ? അത് ചോദിച്ച് ചന്ദ്രദാസും അവരുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ വരാൻ അതിന് സമയം നോക്കണോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒരു കാര്യം, അത് ഒഫീഷ്യലായി നടത്താൻ വന്നതാണ്. ഓഹ്, ഞാനിത് ഇവിടെ രണ്ടുപേരോടും പറഞ്ഞിട്ടില്ല. ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചു. എന്താ അച്ഛാ കാര്യം? രണ്ടച്ഛന്മാരുടെയും സംസാരം മനസ്സിലാവാതെ അവസാനം ദീക്ഷ ചോദിച്ചു. അതൊക്കെ പറയാം, പക്ഷേ ആദ്യം മോള് പോയി ചായ എടുത്തിട്ട് വാ. ചന്ദ്രൻ പറഞ്ഞതും മറുത്തൊന്നും പറയാതെ ചായ എടുക്കാൻ വേണ്ടി സാക്ഷി അകത്തേക്ക് പോയി. അപ്പോഴും അവളുടെ മനസ്സിൽ മുഴുവൻ ആയുഷിൻ്റെ മുഖഭാവമായിരുന്നു. ആരോ നിർബന്ധിച്ചു കൊണ്ടുവന്നതുപോലെ. തന്നെയൊന്ന് നോക്കിയതുപോലുമില്ല. അതാലോചിച്ച് ചെറിയ വിഷമം തോന്നിയെങ്കിലും ആ അവഗണന അവൾക്കിപ്പോൾ ശീലമായി. അതുകൊണ്ട് തന്നെ അത് കാര്യമാക്കാൻ പോയില്ല അവൾ. കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ് സാക്ഷി ചായയുമായി വന്നത്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന് പറയുന്നത് പോലെ ദീക്ഷിത് അർപ്പിതയെ നോക്കി യഥാർത്ഥനാകുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ചന്ദ്ര? അതെ, നീ തന്നെ പറ മക്കളോട്. ഇന്ന് ഇവിടെ വന്നതിൽ ഞങ്ങൾക്കൊരു ദുരുദ്ദേശം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്കിൾ സർപ്രൈസ് ഇടാതെ കാര്യം പറയുന്നുണ്ടോ? ദീക്ഷിത് ക്ഷമയുടെ അറ്റത്തായി. ഞങ്ങൾ നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു മക്കളെ. കല്യാണം? ആരുടെ കല്യാണം? ആദ്യത്തെ അമ്പരപ്പ് വിട്ടുമാറിയപ്പോൾ സാക്ഷിയായിരുന്നു അത് ചോദിച്ചത്. നിങ്ങളുടെ കല്യാണം തന്നെ. സാക്ഷിയുടെയും ആയുഷിൻ്റെയും അർപ്പിതയുടെയും ദീക്ഷിതിൻ്റെയും. പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും അറിയില്ല എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഇത്.
പക്ഷേ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും കാണില്ല എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആ പേടി വേണ്ടല്ലോ. 2 മാസം കഴിഞ്ഞ് ഒഫീഷ്യലായി എൻഗേജ്മെൻറ്റ് നടത്താം. ഇപ്പോൾ മക്കൾ പോയി സംസാരിച്ചോ. ഞങ്ങൾക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കേൾക്കേണ്ട താമസം ദീക്ഷിത് ആരുവിനെ കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. മറ്റു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ സാക്ഷി ആയുഷിനെ കൊണ്ട് അവളുടെ മുറിയിലേക്കും. റൂമിലെത്തിയ ഉടനെ ദീക്ഷിത് ആരുവിനെ ഇറുക്കെ പുണർന്നു. ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നെ അവളുടെ കൈയും അവനെ വലയം ചെയ്തു. കുറച്ച് നിമിഷങ്ങൾ അവൻ്റെ ഹൃദയതാളം കേട്ട ശേഷം അവൾ അവനിൽ നിന്നും അടർന്നു മാറി. ദച്ചുവേട്ടാ, നമ്മുടെ കല്യാണം. വാക്കുകൾ കിട്ടാതെ സന്തോഷത്തിൻ്റെ അങ്ങേയറ്റമായിരുന്നു അവളും. വിശ്വസിക്കാൻ പറ്റുന്നില്ല പെണ്ണെ. നിന്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും പറയണമെന്നായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ മനസ്സ് മനസ്സിലാക്കി എന്ന പോലെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞു. എനിക്ക് എങ്ങനെ എൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല ആരു. ഇന്നലെ അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഷോക്കായിപ്പോയി. പിന്നെ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ട് ദച്ചുവേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താടി നീ പറ. സാക്ഷിയുമായുള്ള കല്യാണക്കാര്യം കേട്ട് ചേട്ടൻ ഒരുപാട് വയലൻ്റായി. കൂടെ അമ്മയും. സച്ചിയുമായുള്ള ചേട്ടൻ്റെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം അച്ഛൻ എന്തെങ്കിലും വില ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കണം, അല്ലെങ്കിൽ അച്ഛനെ മറന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അവസാനമാണ് ചേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ സച്ചുവിന് അപ്പുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കറിയാം. എങ്ങനെ? അതിന് അവളൊന്നും ദച്ചുവേട്ടനോട് പറഞ്ഞിട്ടില്ലല്ലോ. അവൾ പറയേണ്ട കാര്യമില്ല ആരോ. എൻ്റെ അനിയത്തിയാണ് അവൾ. ആ മനസ്സിൽ എന്താ എന്നുള്ളത് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. അവളായി പറയാൻ കാത്തിരുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ആ ടെൻഷൻ മാറിക്കിട്ടി. അവൾ സ്നേഹിച്ചവനെ തന്നെ അവൾക്കും കിട്ടിയല്ലോ. പിന്നെ അപ്പുവിൻ്റെ ദേഷ്യം അതവൾ മാറ്റും. എത്ര നാൾ അവന് ദേഷ്യം കാണിച്ച് നടക്കാൻ പറ്റും? മാറിയാൽ മതി. ഇതും പറഞ്ഞ് റൂമിൽ നിന്നും ഇറങ്ങാൻ പോയ ആരുവിനെ ഒന്നും കൂടി തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തിയവൻ. എന്താ? എന്നും തരുന്ന പങ്ക് കിട്ടിയില്ല. തന്നില്ലെങ്കിൽ കളിക്കാതെ താ ആരോ. കൊച്ചുകുട്ടികളെപ്പോലെ അവൻ ചിണുങ്ങിയപ്പോൾ പെരുവിരൽ ഒന്ന് പൊങ്ങി അവൻ്റെ കവിളിൽ അമർത്തി കടിച്ചു അവൾ. വീട്ടുകാർ 2 മാസം കൂടി കഴിയുമ്പോൾ ലൈസൻസ് തരും, എന്നിട്ട് ബാക്കി. അതും പറഞ്ഞ് ചെറുചിരിയോടെ ഇറങ്ങിപ്പോയവളെ നോക്കി അവൾ കടിച്ച കവിളിൽ കൈവച്ചു നിന്നു ദച്ചു. ഇതേ സമയം സാക്ഷിയുടെ റൂമിൽ. നീ എൻ്റെ അച്ഛനെ കയ്യും കാലുമൊക്കെ കാണിച്ച് മയക്കിയെടുത്ത പോലെ എന്നെ എടുക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട സാക്ഷി. അത് നടക്കില്ല. വേറെ ആരെ താലി കെട്ടേണ്ടി വന്നാലും നിന്നെ ഞാൻ കെട്ടില്ല. അതിനുവേണ്ടി എന്തും ചെയ്യും ഞാൻ. ഇഷ്ടമല്ല എന്ന് 1000 വട്ടം നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ഞാൻ. എന്നിട്ടും നിനക്ക് നാണമുണ്ടോ വീട്ടുകാർ വഴി വിവാഹം ആലോചിക്കാൻ? ആൺകുട്ടികളെ കറക്കിയെടുക്കാൻ നടക്കുകയല്ലേ അവള്. പിന്നെ ഞാൻ കൂടുതലൊന്നും ആരോടും പറയാത്തത് എല്ലാവരും നിന്നെ തലയിൽ കൊണ്ട് നടക്കുകയല്ലേ. ഞാൻ കാരണം എൻ്റെ ആരുവിന് അവൾ സ്നേഹിച്ച ചെറുക്കനെ നഷ്ടമാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എൻ്റെ താലി അണിഞ്ഞ് എൻ്റെ ഭാര്യയായി സുഖിക്കാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതേണ്ട സാക്ഷി. എനിക്ക് നിന്നെ വെറുപ്പാണ്. ഇന്ന് ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്. സ്നേഹിച്ചിരുന്നു നിന്നെ ഞാൻ, ഇപ്പോഴല്ല, പണ്ട്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ സ്നേഹം കുഴിച്ചു മൂടി. എന്നെ കല്യാണം കഴിക്കാമെന്ന വല്ല സ്വപ്നവും ഉണ്ടെങ്കിൽ എല്ലാം എൻ്റെ മോളും മറന്നുകളാ. ഒന്നും നടക്കില്ല, നടത്തില്ല ഞാൻ. ഇതും പറഞ്ഞ് കാറ്റുപോലെ ഇറങ്ങിപ്പോയവനെ നോക്കി നിറകണ്ണുകളുമായി നിന്നു അവൾ. ഇതേ സമയം മറ്റൊരിടത്ത് സാക്ഷിയെ മാത്രം സ്വപ്നം കണ്ട് സിദ്ധുവും.